അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയായി, മുത്തഖിയായി, മുഅ്മിനായി ജീവിക്കുക എന്നതാണ് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് നമ്മളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാകണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ധാരാളം മാർഗനിർദ്ദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. മനുഷ്യരുടെ ഏറ്റവും ഉത്തമനായി ജീവിക്കുക എന്ന ഏതൊരു വിശ്വാസിയുടെയും വലിയൊരാഗ്രഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ ചില പ്രയത്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവന് സാധിക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അതൊരു പദവിയോ
അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുനിയാവിലെ ഇഹലോകത്തെ അധികാരങ്ങളോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്തമനാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം. മറിച്ച് ആ ഒരു മനുഷ്യൻ്റെ വിശ്വാസവും അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ സ്വഭാവങ്ങളുമാണ് ഒരു മനുഷ്യൻ ഉത്തമനാണോ അതല്ലെങ്കിൽ അധമനാണോ എന്ന് നമുക്ക് വ്യക്തമാക്കി നൽകുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉത്തമരാകാൻ പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങളിലേക്കുള്ള ശ്രദ്ധയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഖുതുബയിലൂടെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഒരു മനുഷ്യൻ ഉത്തമനാകണമെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന കാര്യം ഒരു മുഅ്മിൻ അള്ളാഹുവുമായിട്ടുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ്. നമ്മളൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ആളുകളാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമസ്കാരം, നോമ്പ്, സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, അതുപോലെ തുടങ്ങി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹുവിന് നൽകപ്പെടുന്ന ആരാധനകൾ, ആ ആരാധനകളിലെല്ലാം യാന്ത്രികമായി നിർവഹിക്കുന്നതിനപ്പുറത്ത് ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി നിർവഹിക്കുക എന്നതാണ് ഒന്നാമത്തെ വിഷയം. പണ്ഡിതന്മാർ പറഞ്ഞു, അയ്യഖൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖ്ബിലൻ, അവൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ശ്രദ്ധയോടെ നിർവഹിക്കണം. ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. അല്ലാതെ ഇവിടെ വലിയ വീട് വെക്കുക, ഇവിടെ നല്ല ജോലി നേടുക, ഇവിടെ മനോഹരമായി ജീവിക്കുക, ഇവിടെ ഏതെങ്കിലുമൊക്കെ അധികാരങ്ങൾ നേടിയെടുക്കുക, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെക്കുക എന്നതല്ല ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. അവനെന്തിനാണ് ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ചത്? ഇതൊരടിസ്ഥാനമാണ്. അള്ളാഹ് തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന് നന്ദിയുള്ളവനാവുക, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക എന്നതാണ്. ആ ഇബാദത്തിൽ ശ്രദ്ധയുള്ളവനാകണം. ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കാനും റബ്ബിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനും അല്ലെങ്കിൽ റബ്ബിൻ്റെ സ്നേഹം നേടിയെടുക്കാനും ആ നിലക്ക് ഇബാദത്തുകളിൽ മുഴുകാനുമാണ് ആഗ്രഹിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തു ഹിജ്റിൽ, വഅബ്ദ്, നീ ഇബാദത്ത് ചെയ്യുക എന്നാണ്. റബ്ബക, നിൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ എത്തുന്നത് വരെ ഇബാദത്ത് ചെയ്യണം എന്നാണ്. ഈ ആയത്തിന് ചില ആളുകളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. യഖീൻ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയാവുക എന്നതാണ്, ഔലിയാവുക എന്നതാണ്. അതുവരെ ഇബാദത്ത് ചെയ്യുക, ഒരു ഔലിയായി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തൊന്നും ചെയ്യണ്ട, ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട്, ചില ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ വലിയ എന്ന പരിവേഷം നൽകി നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തുന്ന ചില ആളുകളെ അവർ നമസ്കരിക്കാറില്ല, അതുപോലെ തന്നെ അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കാറില്ല, റമദാനിൽ പോലും നോമ്പെടുക്കാറില്ല എന്നൊക്കെയുള്ള ആളുകളെ ഇസ്ലാമിൻ്റെ വലിയകളായി ചിത്രീകരിക്കുന്ന കാണാൻ കഴിയും. അതെന്താ അവരങ്ങനെ ചെയ്യണത്? അവർ നമസ്കരിക്കുന്നില്ലല്ലോ, ഫർള് പോലും നിർവഹിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവർ ഈ ആയത്തോതും. അവർ പറയും വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരെ ഇബാദത്ത് ചെയ്താൽ മതി. അവരൊക്കെ യഖീൻ എത്തിയ ആളുകളാണ്, അതുകൊണ്ട് ഇനി ഇബാദത്തൊന്നും ചെയ്യേണ്ട, ഇനി നമസ്കരിക്കേണ്ടതില്ല, ഇനി നോമ്പെടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയകളെ പരിചയപ്പെടുന്ന കാണാൻ സാധിക്കും. ഒരിക്കലും ഈ ആയത്തിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ യഖീനെത്തിയ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാലിൽ വീർത്തു പൊങ്ങുവോളം രാത്രിയിൽ നമസ്കരിക്കുന്ന പ്രവാചകൻ്റെ ചരിത്രം ഹദീസുകളിൽ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് റസൂലേ ഇത്രമാത്രം താങ്കളുടെ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, എല്ലാ പാപങ്ങളും ഉണ്ടെങ്കിൽ പോലും പൊറുക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി ഇബാദത്ത് ചെയ്ത പ്രവാചകൻ.
എന്നാൽ അങ്ങനെ ഉള്ള പ്രവാചകൻ്റെ മാതൃകയില്ലാതെ ഇത്തരം കള്ള ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നൊരവസ്ഥ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. ഇവിടെ അള്ളാഹു പറയുന്നത് യക്കീൻ വരെ എന്ന് പറഞ്ഞാൽ മരണം വരെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖബറിലെത്തുന്നത് വരെ പഠിക്കും, ഖബറിലെത്തുന്നത് വരെ ഇബാദത്ത് ചെയ്യും. അങ്ങനെ ഇബാദത്തുകൾ തുടർത്തിക്കൊണ്ടുപോകും. ഇതാണ് ഒരു സത്യവിശ്വാസി അവൻ ഉത്തമനാകാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന് വിപുലമായൊരു അർത്ഥമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 നേരം പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയ ഇബാദത്ത് മാത്രമല്ല, അതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, രാവും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ നല്ല ഒരു നീയത്ത് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, നല്ലൊരു നീയത്ത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാറുണ്ട്, നല്ലൊരു നീയത്തോടെ ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ ദുനിയാവിൽ മനോഹരമായി ജീവിക്കാനും അള്ളാഹുവിന് ഇബാദത്തെടുക്കാനും എൻ്റെ കുടുംബത്തെ പോറ്റാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടാനുമാണ് എന്ന നല്ല നീയത്തോടു കൂടി റബ്ബിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അതും ഇബാദത്താണ്. അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവൻ നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതാണ്, ഞാൻ ഈ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഞാൻ പഠിച്ചൊരു നല്ല ജോലി നേടിയാൽ അതെനിക്ക് നല്ല ഈമാനോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ജോലി ഈ നാട്ടിൽ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ നീയത്തോടുകൂടി ഒരു മനുഷ്യൻ പഠിച്ചാൽ, ഒരു വിദ്യാർത്ഥി പഠിച്ചാൽ അതും അവൻ ഇബാദത്താണ്. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന് വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ നല്ല ഒരു നീയത്തോടു കൂടിയാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനും ഇബാദത്താണ്. മാതാപിതാക്കളെ പരിചരിക്കണം, മക്കളെ നോക്കണം, അതുപോലെ തന്നെ കുടുംബത്തെ നോക്കണം, അവരുടെ പ്രയാസങ്ങൾക്ക് അവർക്ക് തണലാകണം. ഇത്തരം നീയത്തുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ കഴിയും. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സഹോദരനെ കാണുമ്പോൾ സലാം പറയണു, അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ പോലും ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്താണെന്നും ഇതിൻ്റെ കൂലി എനിക്ക് കിട്ടണം എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അതും അവനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ്. ഇങ്ങനെ സഹജീവികളോടുള്ള കാണിക്കുന്ന കരുണയുൾപ്പെടെ നമ്മളുടെ ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഇതൊരു വിശാലമായ ഇബാദത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ആ നിലക്ക് എല്ലാ ഇബാദത്തുകളും ശ്രദ്ധയോടുകൂടി ഈ നീയത്തോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ ഇതുവരെ നമ്മൾ എത്ര ആളുകൾ കണ്ടപ്പോൾ ചിരിച്ചിട്ടുണ്ട്, എത്ര ആളുകളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ട്, നമ്മൾ പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, പല ജോലികളും ചെയ്തിട്ടുണ്ട്, പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഇബാദത്തിൻ്റെ നീയത്ത് സഹോദരങ്ങളെ നമുക്കുണ്ടാവുക എന്നതാണ് ശ്രദ്ധാപൂർവം. അതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം. ഇബാദത്തുകൾ ശ്രദ്ധാപൂർവം ചെയ്യുക. നമ്മൾ ഉത്തമനാകണമെങ്കിൽ കുറേ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നതിനൊരു ആത്മാർത്ഥതയും നീയത്തും ഉണ്ടാവുക എന്നതാണ്. ആ ഇബാദത്തുകളിൽ സ്ഥിരതയുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ചെയ്യുന്നത് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യണം. അതിങ്ങനെ ഏതെങ്കിലും ആണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഴ്ചയിലോ മാസങ്ങളിലോ മാത്രം ചെയ്ത് ഉപേക്ഷിച്ച് കളയണതല്ല. ചെയ്യുന്നത് കുറവാണെങ്കിൽ പോലും നിങ്ങളത് സ്ഥിരമായി പതിവാക്കി ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുന്ന ദിക്റാണെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുക, അല്ലേ? സുന്നത്ത് നിസ്കാരങ്ങളാണ് അത് സ്ഥിരമായി ചെയ്യുക. അതേതെങ്കിലും റമദാനിലോ അതേതെങ്കിലും ഒരു സാഹചര്യത്തിലോ സന്ദർഭത്തിലോ മാത്രമല്ല, സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെട്ട അല്ലാത്ത ഇബാദത്തുകൾ പൊതുവായി നമ്മൾ ചെയ്യേണ്ടത് അതങ്ങനെ തന്നെ നിർവഹിച്ചു മുന്നോട്ട് പോകണം എന്നതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്കിന് വേണ്ടിയാണ് നമ്മൾ 5 നേരവും നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ശേഷവും അത്തഹിയാത്തിൻ്റെ അവസാനങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവേ, നിനക്ക് നന്ദി ചെയ്യാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കിനെ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി നിർവഹിക്കുക കൂടി ചെയ്യണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ, നമ്മുടെ ഇബാദത്തുകൾ പതിവാക്കി നമ്മൾ പോയാൽ ഉത്തമനായ ഒരു വിശ്വാസിയായി ജീവിക്കാൻ ഒന്നാമത്തെ വിഷയം അതാണ്. 5 നേരത്തെ ഫർദ് നമസ്കാരം സ്ഥിരമാക്കുക. ദിനംപ്രതി നമ്മൾ നിർവഹിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അതെല്ലാ ദിവസവും മുടക്കാതെ നമ്മൾ നിർവഹിച്ചു പോരുക.
എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുന്ന ദിക്റുകൾ അത് ഉപേക്ഷിക്കാതെ തുടർത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളൊക്കെ സാധ്യമാകും വിധം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി നിർവഹിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുക. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉത്തമനാകാൻ ഒന്നാമതായി അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ വിഷയം, മറ്റുള്ള ആളുകളിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ജോലിക്കാർ, ഇല്ലേ, അങ്ങനെ ഒരുപാട് ആൾ, നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് യഖൂനന്നാസു മിൻ ശർരിഹി ആമിനീൻ എന്നാണ്. ആളുകൾ അവൻ്റെ തിന്മകളിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കുന്നവനാണ് ഉത്തമനായ വിശ്വാസി എന്ന് പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ പറയാൻ, പണ്ഡിതന്മാർ പറയാൻ. നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ കാലുകൊണ്ടോ നമ്മുടെ അവയവങ്ങൾ കൊണ്ടോ മറ്റൊരാൾ വേദനിക്കാതിരിക്കുക എന്നത് ഇസ്ലാമിൽ വലിയൊരു വിഷയം തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും, നിങ്ങളൊരു സമൂഹത്തെ അവഹേളിക്കരുത്, അവരെ പരിഹസിക്കരുത്. കാരണം എന്താണ്? നിങ്ങളെക്കാൾ അവർ ഉത്തമരായിരിക്കാം, അല്ലേ? അവരെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. അതുപോലെ സ്ത്രീകളോടും പറഞ്ഞു, നിങ്ങൾ മറ്റൊരു സ്ത്രീ വിഭാഗത്തെ പരിഹസിക്കരുത്, അവർ നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ മോശം പറയുകയും ഇരട്ട പേരിട്ട് വിളിക്കുകയും അവരുടെ ഇല്ലാത്ത പേരുകൾ വിളിച്ചുകൊണ്ട് അവരെ പരിഹസിക്കരുത്. ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, സൂറത്തുൽ ഹുജറാത്ത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഉത്തമമായ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവരെ അനാവശ്യ പേരിട്ട് വിളിക്കുക. ഒരാളെ പരിചയപ്പെടുത്തുന്നത് പോലും അവനിഷ്ടമില്ലാത്ത പേര് വിളിക്കുകയാണ്, അല്ലേ? നമ്മുടെ പല നാടുകളിലുമുണ്ട് വളരെ ഇരട്ടപ്പേര് വിളി എന്ന രീതിയിൽ അവനില്ലാത്ത, അവനിഷ്ടപ്പെടാത്ത പേരുകളിൽ പരിചയപ്പെടുത്തി അപഹസിക്കുന്ന രൂപം ഒരിക്കലും പാടില്ല. ആരാണ് സഹോദരങ്ങളെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ കൈ കൊണ്ടും മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? ഒന്നും കൂടി വ്യക്തമായി റസൂലുള്ളാഹി പറഞ്ഞു, മൻ അമിനഹുന്നാസു മിൻ അലാ അംവാലിഹിം വഅൻഫുസിഹിം, അവൻ്റെ ശരീരം കൊണ്ടോ അവൻ്റെ സമ്പത്ത് കൊണ്ടോ മറ്റൊരാൾ, അവൻ നിർഭയനായിരിക്കണം, മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല, ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നുവോ അവനാണ് മുഅ്മിൻ എന്ന് നമ്മളൊക്കെ ആലോചിക്കുക. ഞാനൊരു മുഅ്മിനാണോ? മുഅ്മിനാണെന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോഴും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണ്, നമ്മളുടെ മറ്റൊരാളുടെ സമ്പത്ത്, മറ്റൊരാളുടെ ശാരീരികമായ നിലക്കുള്ള ഒരു നിർഭയത്വം നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ട്. നമ്മുടെ അയൽവാസിയാകട്ടെ, ഞാൻ എൻ്റെ വിശദഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, അല്ലേ? സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മുടെ കൈവശമുണ്ടോ? അവൻ അത് കാരണം വേദനിക്കുന്നുണ്ടോ? അത് അനന്തരാവകാശ സ്വത്താണെങ്കിലും പറമ്പിൻ്റെ വിഷയമാണെങ്കിലും വസ്തുവിൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ നമ്മളത് ശ്രദ്ധിക്കണം. അവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ നാവ് കൊണ്ടും അതോട് ഉപദ്രവിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മൻ യളുമനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അളുമനു ലഹുൽ ജന്ന, നിങ്ങളുടെ ഗുഹ്യാവയവം, രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളത്, അതുപോലെ നിങ്ങളുടെ താടിയെല്ലുകൾക്കിടയിലുള്ളത് നാവ്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? അളുമനു ലഹുൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകാമെന്നാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ നരകത്തിൽ സ്വർഗം നഷ്ടപ്പെടാനുള്ള കാരണമാണിത്. നമ്മുടെ നാവും അതുപോലെ തന്നെ ഗുഹ്യാവയവവും ഇക്കാലത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ആരുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് തന്നെയാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പുകളിലൂടെ ഒക്കെ സൈബർ ബുള്ളിങ്ങും ട്രോളുകൾ കൊണ്ട് ആക്ഷേപിക്കലും തെറ്റായ മെസ്സേജുകളും. എന്താണ് ആവശ്യം? നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊരു സംഗതി കണ്ട അതിലേക്ക് പോകേണ്ട കാര്യം എന്താ? ഒരൊറ്റ ക്ലിക്കിന് അതങ്ങ് പോകൂലേ? അത് കാണേണ്ട കാര്യമില്ലല്ലോ. അതിങ്ങനെ തുറന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുരുക്കി വെച്ച് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന കമൻ്റ് ഇട്ടാൽ മാത്രമേ സമാധാനം കിട്ടുന്ന ആളുകളുണ്ട്. രാവിലെ തുടങ്ങുന്ന പണിയാണിത്. നമ്മുടെ ഇബാദത്തുകളാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇസ്ലാമിൽ അതൊരു നിസ്സാര കാര്യമേ അല്ല. ആളുകൾക്ക് അതൊക്കെ ഒരു രസമായിരിക്കും. പക്ഷേ നമ്മുടെ ഈമാനും നമ്മളുടെ കർമ്മങ്ങൾ അത് കാരണം തകർന്നു പോകുമെന്നത് ഈ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അയൽവാസികളോടുള്ള വിഷയം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവരെ ശല്യമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ജനങ്ങളുടെ കൈവശമുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. ഇതാണ് മൂന്നാമതായി നല്ല ഉത്തമനായ വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടെ കൈവശമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അല്ലേ, എല്ലാവർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന്. മറ്റുള്ളവരുടെ സമ്പത്തിലേക്ക് നോക്കുക. അവന് വലിയ പറമ്പുണ്ടല്ലോ, അവന് വലിയ വീടുണ്ടല്ലോ, അവന് കാറുണ്ടല്ലോ, അവൻ്റെ മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസം നേടി വലിയ സമ്പന്നരാണല്ലോ, അവന് നല്ല സൗന്ദര്യമുണ്ടല്ലോ. ഇങ്ങനെ മറ്റുള്ളവനിലേക്ക് നോക്കി 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 ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാം അങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ലേ, അള്ളാഹു ഇവിടെ അങ്ങനെയാണ് അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ളത്. ചിലർ പണക്കാരാകും, ചിലർ സമ്പന്നരാകും, ചിലർ ദരിദ്രരാകും. ഇല്ലേ, അങ്ങനെ ഈ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സമ്പന്നരായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലേ, കൊടുക്കാൻ വാങ്ങാനുള്ളവർ കൊണ്ടല്ലേ കൊടുക്കാൻ കഴിയുന്നത്. വാങ്ങാൻ ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊടുക്കാൻ കഴിയും? അതുപോലെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറഞ്ഞൊരു വിഷയമുണ്ട്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി. നീ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ കണ്ണും നട്ടിരിക്കേണ്ട കാര്യമില്ല. അവന് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നീ നോക്കേണ്ട കാര്യമില്ല. അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്നൊരു പരീക്ഷണമാണ്. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമം. നിനക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അതിനാണ് ഇസ്ലാമിൽ ഖനാഅത്ത് എന്ന് പറയുക. ആത്മസംതൃപ്തി ഉണ്ടാവുക. നമുക്ക് ലഭിച്ചത് എത്രയാണോ, നമുക്ക് ലഭിച്ച സൗന്ദര്യത്തിൽ, നമുക്ക് ലഭിച്ച അധികാരത്തിൽ, നമുക്ക് ലഭിച്ച സമ്പത്തിൽ, നമുക്ക് ലഭിച്ച മക്കളിൽ, ഇതിലൊക്കെ തൃപ്തിയടയാൻ അള്ളാഹു നൽകിയതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തൃപ്തിയടയാൻ കഴിയുക. ആ ഖനാഅത്ത് നമുക്കുണ്ടാവുക എന്നതാണ്. വലാ തതമന്നൂ മാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദിൻ. എല്ലാവരും ഒരുപോലെയല്ല ദുനിയാവിൽ. ചിലർക്ക് അള്ളാഹു ചിലത് കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും, ചിലർക്ക് കുറവേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അത് ഇവിടുത്തെ ഇബാദത്ത് നോക്കിയിട്ടൊന്നും അല്ല അള്ളാഹ് അങ്ങനെ കൊടുക്കുന്നത്. ചിലർ അങ്ങനെയും പറയാറുണ്ട്, ഞാനൊക്കെ എപ്പോഴും പള്ളിയിൽ പോയി നമസ്കരിക്കണ ആളാണ്, പക്ഷേ എനിക്കെല്ലാം പ്രയാസങ്ങളാണ്, എനിക്കെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അവനെ നോക്കൂ, അവനൊരിക്കലും പള്ളിയിൽ പോലും കയറാറില്ല, പക്ഷെ അവന് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ഇങ്ങനെ നിരാശപ്പെടുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് അള്ളാഹ് അങ്ങനെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കുമുള്ള പരീക്ഷണമാണ് എന്നുള്ള സൂറത്തു നിസായിലൂടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിനും ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമുണ്ടാകുന്നൊരു ഇബാദത്ത്, ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക, ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബക്കല്ലാഹ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കൂ, നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കൂ, യുഹിബ്ബുക്കന്നാസ്. ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് നോക്കൂ സുഹൃത്തുക്കളെ. ആത്മസംതൃപ്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലൈസൽ ഐന അൻ കസ്റത്തിൽ അർള്. ധാരാളം ഭൗതിക വിഭവങ്ങൾ ഉണ്ടാകുന്നതിലല്ല ഐശ്വര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലാകിന്നൽ ഐന ഇലൻ നഫ്സ്. യഥാർത്ഥ ഐശ്വര്യം, ആത്മസംതൃപ്തി എന്ന് പറയുന്നത്, ആത്മീയ സംതൃപ്തി എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ലാതെ പോയിരിക്കണു. അത് പറഞ്ഞു കൊടുക്കണം, അത് പഠിപ്പിക്കണം. ആ ഒരു മനസ്സില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അല്ലെ, കുട്ടികൾക്ക് കാണുന്നതെല്ലാം ആഗ്രഹിക്കുകയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവന് വല്ലാത്ത വിഷമാണ്. അത് കിട്ടിയാലോ അവിടെ തൃപ്തിപ്പെടുമോ? ഇല്ല, വീണ്ടും അതിലെ വലുത് ആഗ്രഹിക്കും. അല്ലെ, ദുബായി പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ ദുബായിൽ കൊണ്ടുപോയാൽ അത് തീരൂല. പിന്നെ അവൻ അമേരിക്കയിൽ പോകാനാണ് ആഗ്രഹിക്കുക. അവിടെ പോയാൽ അത് തീരുമോ? ഇല്ല, ഒരു മല സ്വർണം കിട്ടിയാൽ അടുത്ത മല ആഗ്രഹിക്കും. അത്തരമൊരു കാഴ്ചപ്പാടിൽ വളർന്നാൽ അത് അപകടമാണ്. ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു ഖനാഅത്ത്. ഉള്ളത് കൊണ്ട് സംതൃപ്തിയാവുക, അതാണ് ഐശ്വര്യം എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാതെ, അവനിൽ നിന്ന് ആഗ്രഹിക്കാതെ, അള്ളാഹിനോട്. സഹാബത്ത് അങ്ങനെയാണ്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് അവർ ജീവിച്ചത്. പക്ഷെ എന്ത് പ്രയാസമുണ്ടായാലും അവരെന്താ ചെയ്യുക? പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുന്നു, ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി ലോകത്തിൻ്റെ രക്ഷിതാവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ കടങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പറയാൻ എല്ലാം അറിയുന്ന ലോകത്തിൻ്റെ രക്ഷിതാവുണ്ടെന്ന ഉറച്ച വിശ്വാസം, അതാണ് അവരെ ഉത്തമരാക്കിയത്. ആ ഒരു വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ഒരു ആത്മാഭിമാനം നമ്മൾ കളഞ്ഞു കുളിക്കരുത്. എല്ലാവരുടെ മുന്നിലും കൈ നീട്ടി യാചിക്കുന്നതൊരു ഏർപ്പാട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയണം, ആരെങ്കിലും ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചാൽ, അള്ളാഹു ജനങ്ങളോട് ഇരക്കാതിരുന്നാൽ അള്ളാഹു അവന് പരിശുദ്ധി നൽകും എന്നതാണ്. അതുപോലെ റസൂലുള്ള പറയാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ 4-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാകണം.
ഞാനിങ്ങനെ എൻ്റെ കാര്യം മാത്രം നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോയാൽ മതി, എനിക്ക് സ്വർഗം കിട്ടിക്കൊള്ളും, ഇതല്ല ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്. ഉത്തമനായ ഒരു വിശ്വാസിയാകാൻ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുക എന്നതാണ്. അയ്യഖൂന നഫ്അഹു ലിൽ ഖൽഖി ളാഹിറൻ, ഇല്ലേ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. താൻ മാത്രം നന്നായാൽ പോരാ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, അവരുടെ വിഷമങ്ങളിൽ പങ്കാളിയാകാൻ, അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹ്യ നന്മയുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ വതആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അത് അവിടെ മതം നോക്കിയിട്ടല്ല, അവിടെ നിറം നോക്കിയിട്ടല്ല, അല്ലേ. നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് നമ്മളും കൂടി ബാധ്യതയാണ്. അവനെ സഹായിക്കുക, അവന് ആശ്വാസമേകുക എന്നുള്ളത്. ആ നന്മകളിലെല്ലാം സഹകരിച്ചുകൊണ്ടും ആരെങ്കിലും തിന്മയിൽ സഹകരിക്കേണ്ടതില്ല, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി മാറണം. എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്, അല്ലെ. രാവിലെ നമ്മളിങ്ങനെ വാർത്തകൾ കണ്ടാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ കാണുന്നത്. അപ്പോഴൊക്കെ നമുക്കൊരു പ്രശ്നവും ഒരു കുലുക്കം ഉണ്ടാകാറില്ല, നമ്മുടെ മനസ്സിനൊരു വേദന ഉണ്ടാകാറില്ല. കാരണം എന്താ? അതെൻ്റെ കുടുംബമല്ലല്ലോ, അതെൻ്റെ ഭാര്യയല്ലല്ലോ, അതെൻ്റെ ഭർത്താവല്ലല്ലോ, അതെൻ്റെ മാതാപിതാക്കളല്ലല്ലോ, അതെൻ്റെ മക്കളല്ലല്ലോ, വല്ലവൻ്റെ മക്കളല്ലേ. ഇതാണ് നമ്മുടെയൊക്കെ ഒരു തോന്നൽ. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നമൊന്നും നമ്മളെ ബാധിക്കാറേയില്ല. ഈ നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാണുമ്പോൾ അത് ആ സ്ഥലത്ത് എൻ്റെ മകനാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകളാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരാണെങ്കിൽ, എൻ്റെ രക്തത്തിൽ പിറന്നവരാണെങ്കിൽ ആ വേദന എന്തായിരിക്കും? അതുപോലെ തന്നെ ആയിരിക്കണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഏത് നിലക്കും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വയുസിറൂന. ഈസാറ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കും, എന്നാലും മറ്റുള്ളവൻ്റെ കാര്യങ്ങളിൽ അത് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു സ്വഭാവമാണത്. അതാണ് അള്ളാഹ് പറഞ്ഞത് വലൗ ഖാന ബിഹിം ഖസാസ. മക്കയിലെ മദീനയിൽ ഉണ്ടായിരുന്ന അൻസാറുകളുടെ സ്വഭാവം അതാണ്. സ്വന്തം ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിട്ടും മുഹാജിറുകളായ ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ ഉള്ളതിൻ്റെ പകുതി കൊടുക്കാൻ തയ്യാറായിരുന്ന സ്വഹാബത്ത് ലോക ചരിത്രത്തിൽ മാതൃകയായത് അതുകൊണ്ടാണ്. സ്വഹാബിമാർ അങ്ങനെയാണ്. അവർക്കൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞുകൊണ്ട് അവർ മാറി നിന്നിരുന്നില്ല. അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അങ്ങനെ ഒരു ഉത്തമനായി ജീവിക്കാനാണ് നമ്മളെല്ലാവരും തയ്യാറാകേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. പരമകാരുണ്യകനായ റബ്ബ്, കാരുണ്യം ചെയ്യുന്ന റബ്ബ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നമുക്ക് പരിചയമുള്ള ഹദീസാണല്ലോ. നിങ്ങൾ ഭൂമിയിലുള്ളവർ കരുണ കാണിച്ചാൽ, അവരെ സഹായിച്ചാൽ അള്ളാഹു ആകാശലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ തന്നെ അള്ളാഹു അതുകൊണ്ട് നീക്കിത്തരും. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുർബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുർബി യൗമൽ ഖിയാമ. ആരുടെയെങ്കിലും പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ, നമ്മൾ നീക്കിക്കൊടുത്താൽ, അവൻ്റെ ഈ ദുനിയാവിലെയും അന്ത്യദിനത്തിലെയും പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യസ്സറ അലാ മുഹ്സിരിൻ. ആർക്കെങ്കിലും ഒരാശ്വാസം നമ്മൾ നൽകിക്കഴിഞ്ഞാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ദൂരീകരിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾ വായിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസൊക്കെ നമ്മുടെ മനസ്സിൽ ഏതൊരു നന്മ ചെയ്യുമ്പോഴും ഉണ്ടാകണം. ആളുകളുടെ വിഷയത്തിൽ ഇടപെടണം. അതാണ് ലോകപ്രവാചകൻ്റെ മാതൃക നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വഹീൻ്റെ ആദ്യാരംഭത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ സഹിച്ച് വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ പുതപ്പിച്ചു മൂടി. ഖദീജ ബീബി പറയുന്ന വാക്കുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖല്ലാ വല്ലാഹി മാ യുഅ്സികല്ലാഹു അബദാ. ഒരിക്കലും പ്രവാചകരെ അങ്ങേ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല. എന്താ അതിൻ്റെ കാരണം? അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ, ഇന്നക ലതസ്ലുർ റഹീം. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അതുപോലെ വതഹ്മിലുൽ ഖല്ല. അശരണരുടെ ഭാരം ചുമക്കുന്ന വ്യക്തിയാണ്. വതക്സിബുൽ മഅദൂം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ. ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. സമ്പാദിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല വതുഈനു അലാ നവാഇബുൽ ഹഖ്. സത്യത്തിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതേ മാതൃകയാണ് നമ്മൾ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അനാഥർക്കും അതുപോലെ വയോധികർക്കും രഹസ്യമായി ഭക്ഷണകാര്യങ്ങൾ
വീട്ടിലെത്തിച്ചു കൊടുക്കാൻ താല്പര്യം കാണിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ പ്രസിദ്ധമാണ് എന്നത് നമുക്കറിയാം. അതുപോലെ നോക്കൂ നിങ്ങൾ, രണ്ടാം ഖലീഫ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ രാത്രികളിൽ പോലും ഒരു ഭരണാധികാരി ആയിരുന്നിട്ടും ജനങ്ങളുടെ അവസ്ഥകൾ നേരിട്ടറിയാനും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ധാന്യമണികൾ കൊണ്ടു നൽകുവാനും വേണ്ടി സ്വന്തം ചുമലിലേറ്റി യാത്ര ചെയ്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്. അതുപോലെയാണ് അൻസാറുകളും മുഹാജിറുകളുടെയും ഒക്കെ ചരിത്രങ്ങളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു മാതൃക നമ്മൾ ഉൾക്കൊള്ളുക. 4 കാര്യങ്ങളാണ് വളരെ പ്രധാനമായി നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൽ ഇബാദത്തിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ്. രണ്ടാമത്തെ വിഷയം, സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുക എന്നതാണ്. മൂന്നാമത്തെ വിഷയം, ആളുകൾ അവൻ്റെ തിന്മകളിൽ നിന്ന് സുരക്ഷിതരാവുക. 4, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 5ാമത്തെ വിഷയം, ഉത്തമനായ മനുഷ്യനാകാൻ 5ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആനും ഹദീസും പറയുന്നത് അയ്യഖൂന ലിമൗത്തി മുസ്തഇദൻ, മരണത്തെക്കുറിച്ച് ഓർക്കുന്നൊരു വ്യക്തിയാവുക എന്നാണ്. എപ്പോഴും മരണത്തിന് തയ്യാറാവുക. ധാരാളം മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ളൊരു ചിന്തയല്ല നല്ല ഒരു ഉത്തമനായ വിശ്വാസിക്കുണ്ടാകേണ്ടത്. എപ്പോഴും ഞാൻ മരിക്കാം, അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ തയ്യാറെടുക്കണം, എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരാം, പരലോക വിചാരണയ്ക്കുള്ള ആ നിമിഷം ഞാൻ ഉത്തരം പറയേണ്ടി വരും എൻ്റെ ജീവിതത്തെക്കുറിച്ച്. ആ ഒരു ഭയവും വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ സുഖസൗകര്യങ്ങളെയും തകർത്ത് കളയുന്ന മരണമെന്ന യാഥാർത്ഥ്യം അത് സത്യമാണ്. അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അക്സറുഹും ലിൽ മൗത്തി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. അല്ലേ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി, ഏറ്റവും ഉത്തമനായ വിശ്വാസി. അത്തരമൊരു വിശ്വാസിയായി മാറാൻ ദിനം പ്രതി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മുഹാസബത്ത്, ഒരു വിചാരണ നമ്മൾ സ്വന്തം നടത്തണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുക, തൗബ ചെയ്യുക. ആരെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുവിക്കുക. ആ നിലക്ക് എപ്പോഴും മരണത്തിന് ഒരുങ്ങി ജീവിക്കുക എന്നതാണ്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവന നൽകുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചമുത്തരക്കടലാസ് അത് തിരികെ നൽകേണ്ടത് ഇന്നുകൂടി മാത്രമാണെന്ന് അറിയിക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ലേന്തി ഖുർആൻ ക്ലാസുകൾ ഞായറും ബുധനും വരുന്ന ആ ക്ലാസുകൾ സശ്രദ്ധം ശ്രവിക്കുകയും അതോടൊപ്പം അതിൻ്റെ പരീക്ഷയ്ക്കായിട്ട് സൂറത്തു സബ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൻ്റെ പാഠഭാഗം അമ്മാനി മൗലവിയുടെ തഫ്സീർ വായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു അവരുടെ രോഗങ്ങൾ ഷിഫാവുൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ പൂർണ്ണമായ നിർഭയത്വം അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.